നമസ്കാരം. മലയാളികളുടെ ഏറെ പ്രിയങ്കരനായ ജനകീയ സിനിമാ നായകൻ ദിലീപ് ഇന്നലെ കേസിൽ നിന്നും കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ്. അപ്പോൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അതേറെ വിവാദം സൃഷ്ടിച്ചിട്ടുണ്ട്. ചിലർക്ക് ദിലീപിനെയും കോടതിയെയും വിമർശിക്കുന്നുണ്ട്, മറ്റു ചിലർ രണ്ടുപേരെയും അനുകൂലിക്കുന്നുമുണ്ട്. എന്തു തന്നെ ആയിരുന്നാലും 85 ദിവസത്തെ ജയിൽവാസമൊക്കെ അനുഷ്ഠിച്ചിട്ടാണ് അദ്ദേഹം ഈ കേസിൽ നിന്നും കുറ്റവിമുക്തനാക്കിയിരിക്കുന്നത്. അപ്പോൾ തെളിവുകളുടെ അഭാവമാണ് കുറ്റവിമുക്തനാകാൻ പ്രധാന കാരണം. കുറ്റ ആരോപിതൻ മാത്രമായിരുന്നു. അങ്ങനെയെങ്കിലും ദിലീപ് നമ്മുടെ മലയാളികളുടെ എക്കാലത്തെയും പ്രിയങ്കരനാണ്. ഏറെ കൊച്ചുകുട്ടികളുടെ ഏറെ പ്രിയങ്കരനായ ഒരു സിനിമാ നടനാണ്. വളരെ ഈ 4, 5, 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ അദ്ദേഹത്തിൻ്റെ സിനിമ വളരെ കാര്യത്തോടെയാണ് കാണുന്നത്. അവിടെ വളരെ പ്രിയങ്കരനായ ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിൻ്റെ ഈ കേസിന് മുൻപും ഒക്കെ ഏറെ പ്രിയങ്കരനും അതുപോലെ തന്നെ ഏറെ വിവാദനും ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ നമ്മുടെ വിശ്വചൈതന്യം ട്രസ്റ്റ് എന്ന് പറയുന്നത് ലോകശാന്തിക്കും സമാധാനത്തിനും മതസാഹോദര്യത്തിനും ദൈവവിശ്വാസത്തിലും അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ ഈ സംഘടനയ്ക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിലീപ് എന്ന വ്യക്തി ഇനി മലയാള സിനിമയിൽ അല്ലെങ്കിൽ മലയാളികൾക്ക് നല്ലൊരു നേതൃത്വം അല്ലെങ്കിൽ നല്ലൊരു മഹനീയമായ മാതൃകയായി മാറണം. മുൻകാലത്തിലുണ്ടായ പോലെയുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തെ വേട്ടയാടാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിനൊക്കെ അദ്ദേഹം മുതിരാൻ പാടില്ല, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല, ശ്രമിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ അത്തരണത്തിൽ അദ്ദേഹത്തിന് നല്ലൊരു കുടുംബജീവിതവും സിനിമാ ജീവിതവും അങ്ങനെ എല്ലാ മലയാളികളുടെ പ്രിയങ്കരനായിട്ടുള്ളൊരു ഐശ്വര്യവാനായിട്ടുള്ള ഒരു ഉത്തമ മാതൃകയായിട്ടുള്ള ഒരു നടനായി മാറട്ടെ, ഒരു വ്യക്തിയായി മാറട്ടെ എന്ന് വിശ്വചൈതന്യം ട്രസ്റ്റ് പ്രത്യാശിക്കുന്നു.